8 ദിവസത്തെ ബഹിരാകാശ പര്യവേഷണത്തിനായാണ് നാസ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ 8 ദിവസം മാത്രം നീണ്ടു നിൽക്കേണ്ട ആ ദൗത്യം ഇപ്പോൾ 6 മാസം പിന്നിടുന്നു. സുനിതയുടെ തിരിച്ചുവരവിനായി അടുത്ത ഫെബ്രുവരി അവസാനം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വിവരം. നിരവധി ആരോഗ്യ ആശങ്കകളും നിലനിൽക്കുന്നു. എന്നാൽ ബഹിരാകാശത്ത് രാജ്യം തന്നെ ഇല്ലാത്തവനായി കഴിയേണ്ടി വന്ന ഒരു സഞ്ചാരിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ബഹിരാകാശത്ത് 312 ദിനരാത്രങ്ങൾ തുടർച്ചയായി അകപ്പെട്ടു പോയ ആ സഞ്ചാരിയുടെ പേര് സെർഗേ ക്രിക്കലേവ് എന്നായിരുന്നു. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് അവസാന ആണിക്കല്ലുമടിച്ച് പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് രാജിവെക്കുന്നു. പിന്നാലെ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നുവെന്ന് പുതിയ പ്രസിഡന്റ് ബോറിസ് യെൽസിന്റെ പ്രഖ്യാപനവും എത്തി. 29 കോടിയോളം വരുന്ന സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ പുതിയ രാജ്യങ്ങളുടെയും പുതിയ ദേശീയതകളുടെയും ഒക്കെയൊപ്പം ചേർന്നു. സെർഗേ ക്രിക്കലേവ് എന്ന സോവിയറ്റ് ബഹിരാകാശ ഗവേഷകൻ ഒഴികെ തൻ്റെ രാജ്യം 15 വിഭാഗങ്ങളായി ഭാഗം ചെയ്തു പോകുന്നത് ഭൂമിയിൽ നിന്ന് 358 കിലോമീറ്റർ അകലെ ശൂന്യാകാശത്തിരുന്ന് ക്രിക്കലേവ് കണ്ടു. ബഹിരാകാശവാസത്തിന് ശേഷം ക്രിക്കലേവ് ഭൂമി തൊടുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന ഇല്ലാത്ത രാജ്യത്തിൻ്റെ പൗരത്വമുള്ള ലോകത്തെ ഒരേയൊരു വ്യക്തിയായി മാറിയിരുന്നു അദ്ദേഹം. ഭൂമിയിലെ അവസാനത്തെ സോവിയറ്റ് പൗരൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ച കാരണം 1 വർഷത്തോളമാണ് ക്രിക്കലേവ് ബഹിരാകാശത്ത് കുടുങ്ങിയത്. ദ മാൻ ഹു ലോസ്റ്റ് ഇൻ സ്പേസ് അഥവാ ബഹിരാകാശത്ത് നഷ്ടപ്പെട്ടയാൾ എന്ന പേരുകൂടി ഉണ്ടായിരുന്നു ക്രിക്കലേവിന്. എങ്ങനെയായിരുന്നു അവസാന സോവിയറ്റ് പൗരന്റെ അനന്തമായ ആ ബഹിരാകാശ ജീവിതം തുടങ്ങിയതെന്ന് പറയാം. ബഹിരാകാശ ഗവേഷണത്തിൽ കോടികൾ മുടക്കിയിരുന്ന സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലം. ലെനിൻഗ്രാഡ് സ്വദേശിയായ സെർഗേ ക്രിക്കലേവ് തുടക്കത്തിൽ സോവിയറ്റ് എയറോബാറ്റിക്സ് സംഘാംഗവും പൈലറ്റുമായിരുന്നു. 1985 സല്യൂട്ട് 7 എന്ന സ്പേസ് സ്റ്റേഷനുമായുള്ള ബന്ധം നഷ്ടമായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന സംഘത്തിൽ പങ്കാളിയാകാൻ ക്രിക്കലേവിനും അവസരം ലഭിച്ചു. ഈ സംഭവമാണ് ക്രിക്കലേവിനെ ബഹിരാകാശ സഞ്ചാരിയാക്കി മാറ്റുന്നത്. മികവ് തെളിയിച്ചതോടെ 1988 സോവിയറ്റിന്റെ മിർ സ്പേസ് സ്റ്റേഷനിലേക്ക് ക്രിക്കലേവ് തൻ്റെ കന്നി യാത്ര നടത്തി. അറ്റകുറ്റപ്പണികൾക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുമായി സ്ഥിരം മനുഷ്യവാസമുള്ളതാണ് മിർ സ്റ്റേഷൻ. റഷ്യൻ ഭാഷയിൽ സമാധാനം എന്നർത്ഥമുള്ള മിറിലേക്ക് നടത്തിയ തൻ്റെ 2ാമത്തെ യാത്രയിലാണ് ക്രിക്കലേവിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ആ സംഭവങ്ങൾ അരങ്ങേറിയത്. 1991 മെയ് 18 ബൈക്കനൂരിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ബ്രിട്ടന്റെ ആദ്യ ബഹിരാകാശ യാത്രികനായ ഹെലൻ ഷാർമാൻ, അനാറ്റോളി ആർട്ടസ്ബാർക്സി എന്നിവർക്കൊപ്പം ക്രിക്കലേവ് യാത്ര തിരിക്കുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഭരണ അട്ടിമറികൾക്കുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മിറിലെത്തി 8 ദിവസത്തിനു ശേഷം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരായ വിക്ടർ അഫാനസ്ഡ്യൂ, മൂസ മാനറോ എന്നിവർക്കൊപ്പം ഹെലൻ ഷാർമൻ ഭൂമിയിലേക്ക് തിരികെ മടങ്ങി. പിന്നീട് ക്രിക്കലേവും ആർട്ടസ്ബാർക്സിയും മാത്രമായി സ്പേസ് സ്റ്റേഷനിൽ. 5 മാസമായിരുന്നു ഇരുവർക്കും മിറിൽ ജോലി ചെയ്യേണ്ടിയിരുന്നത്. രാജ്യത്ത് കാര്യങ്ങൾ മാറി മറിയുന്നത് ഭാര്യ യെലേനയും സഹപ്രവർത്തക മാഗിയുമായും ഇടയ്ക്കുള്ള ഫോൺ വിളികളിലൂടെയും റേഡിയോ സന്ദേശങ്ങളിലൂടെയും ക്രിക്കലേവ് തിരിച്ചറിഞ്ഞിരുന്നു. 1991 ഓഗസ്റ്റ് 18 തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ അട്ടിമറിയിൽ ഗോർബച്ചേവ് വീട്ടുതടങ്കലാക്കപ്പെടുകയും അട്ടിമറിക്കാർക്കെതിരായുള്ള പോരാട്ടം യെൽസിൻ ഏറ്റെടുക്കുകയും ചെയ്തതോടെ സോവിയറ്റ് യൂണിയനിൽ അനിശ്ചിതാവസ്ഥ കൊടുമ്പിരി കൊണ്ടു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അട്ടിമറി പരാജയപ്പെട്ടെങ്കിലും സോവിയറ്റ് യൂണിയൻ വിഭജനങ്ങളിലേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ. യുദ്ധമുണ്ടായാൽ ബഹിരാകാശ സഞ്ചാരികൾ തിരികെ രാജ്യത്തിലേക്ക് എത്തണമെന്ന് മിറിന്റെ ഓപ്പറേറ്റിംഗ് മാനുവലിൽ പറയുന്നുണ്ടെങ്കിലും അട്ടിമറി സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന നിർദ്ദേശമില്ലാതിരുന്നതിനാൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയായിരുന്നു ക്രിക്കലേവും ആർട്ടസ്ബാർക്സിയും. പരീക്ഷണങ്ങളും വ്യായാമവുമായി മിറിലെ അവരുടെ ജീവിതം പതുപോലെ മുന്നോട്ട് പോയി. മിർ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിച്ചും മിറിലെ പോർത്തോളിലൂടെ ഭൂമി ഭ്രമണം ചെയ്യുന്ന കാഴ്ച കണ്ട് ആസ്വദിച്ചും അവർ വാരാന്ത്യ അവധികൾ ആഘോഷിച്ചു. ഈ സമയം താഴെ ഭൂമിയിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിവിധ പ്രദേശങ്ങൾ അടർന്നു പോകാൻ തുടങ്ങിയിരുന്നു. നേരത്തെയുള്ള ധാരണ പ്രകാരം ഒക്ടോബറിലാണ് ക്രിക്കലേവും ആർട്ടസ്ബാർക്സിയും മിറിലെ സേവനം അവസാനിപ്പിച്ച് സോയൂസ് TM-13 റിട്ടേൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിൽ തിരികെ എത്തേണ്ടിയിരുന്നത്. ഓസ്ട്രിയയുമായി ചേർന്നുള്ള സംയുക്ത സംരംഭമായ സോയൂസ് 13 റഷ്യയുടെയും ഓസ്ട്രിയയുടെയും ഓരോ പ്രതിനിധികൾ എത്തുമ്പോൾ ക്രിക്കലേവനും ആർട്ടസ്ബാർക്സിയും ഭൂമിയിലേക്ക് മടങ്ങാമെന്നായിരുന്നു ധാരണ. ഈ സമയം തന്നെ സോയൂസ് TM-14 എന്ന മറ്റൊരു പര്യവേഷണ ദൗത്യം കൂടി സോവിയറ്റ് യൂണിയൻ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കസാഖ്സ്ഥാൻ ശബ്ദമുയർത്തിയതോടെ അവരെ തണുപ്പിക്കാനായി കസാഖ് ശാസ്ത്രജ്ഞൻ തോക്താർ ഔബാക്കിറോവിനെ മിറിലെത്തിക്കാൻ വേണ്ടിയായിരുന്നു പുതിയ ദൗത്യം. എന്നാൽ അട്ടിമറിയെ തുടർന്ന് സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതോടെ സോയൂസ് TM-13, 14 ദൗത്യങ്ങൾ ലയിപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ നിർബന്ധിതരായി.
ഇതനുസരിച്ച് സോയൂസ് 13 റഷ്യൻ കമാൻഡർ അലക്സാണ്ടർ വോൾക്കോവ്, ഓസ്ട്രിയക്കാരൻ ഫ്രാൻസ് വെയ്ബോക്ക് എന്നിവർക്കൊപ്പം ഔബാക്കിറോവിനെയും മിറിലെത്തിച്ചു. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാലത്തേക്ക് സ്പേസ് സ്റ്റേഷനിൽ തുടരുക എന്നതായിരുന്നു ക്രിക്കലേവിന് ലഭിച്ച നിർദ്ദേശം. ഒക്ടോബർ 10 റിട്ടേൺ ക്യാപ്സ്യൂളായ സോയൂസ് 12 ഔബാക്കിറോവും ആർട്ടസ് ബാർസ്കിയും വെയ്ബോക്കും തിരികെ പോയി. അലക്സാണ്ടർ വോൾക്കോവ് ക്രിക്കലേവിനൊപ്പം മിറിൽ തുടർന്നു. 1991 ക്രിസ്മസ് പിറ്റേന്ന് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു. 15 പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു. ക്രെംലിനിൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത പതാകയ്ക്കു പകരം ചുവപ്പും വെള്ളയും നീലയും അണിഞ്ഞ പുതിയ റഷ്യയുടെ ത്രിവർണ്ണ പതാക ഉയർന്നു. പുതിയ റഷ്യയുടെ പ്രസിഡന്റായി ബോറിസ് യിൽസൺ അധികാരമേറ്റു. ഇതിനിടെ സോവിയറ്റിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരുങ്ങലിലായി. ശൂന്യാകാശ ഗവേഷണത്തിലെ മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാൻ റഷ്യയ്ക്ക് കിണഞ്ഞു തന്നെ പരിശ്രമിക്കേണ്ടി വന്നു. ബഹിരാകാശ വാഹനങ്ങൾ സീറ്റൊന്നിന് വിലയിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ കരുണ കാത്തിരുന്നു പഴയ സാമ്രാജ്യ ഭീമൻ. $60 കോടി മിർ സ്റ്റേഷൻ പോലും വിൽക്കാൻ ആലോചനയുണ്ടായി. മിർ വാങ്ങാൻ നാസയ്ക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ദേശീയ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിന്നീട് ആ നീക്കം ഉപേക്ഷിച്ചു. ബഹിരാകാശ വാഹനങ്ങളുടെ സീറ്റുകൾ $20 മില്യൺ അഥവാ $2 കോടി മുതലാണ് റഷ്യ വിൽപ്പനയ്ക്ക് വെച്ചത്. താല്പര്യമുള്ളവർക്ക് ഈ വാഹനത്തിൽ മിറിലെത്തി പരീക്ഷണങ്ങൾ ചെയ്ത് മടങ്ങാം. ഇതുമാത്രമായിരുന്നു ക്രിക്കലേവിനെ തിരികെ എത്തിക്കാനുള്ള പണമുണ്ടാക്കാൻ റഷ്യയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഏക മാർഗം. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ യാത്രികർക്ക് രക്ഷപ്പെടാനായി എപ്പോഴും ഒരു റിട്ടേൺ ക്യാപ്സ്യൂൾ മിറിൽ സൂക്ഷിച്ചിരുന്നു. വേണമെങ്കിൽ സ്പേസ് സ്റ്റേഷൻ ഉപേക്ഷിച്ച് ആ ക്യാപ്സ്യൂളിൽ തിരികെ എത്തിക്കോളൂവെന്ന് ക്രിക്കലേവിനും വോൾക്കോവിനും നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സ്പേസ് സ്റ്റേഷൻ അനാഥമാക്കി നശിക്കാൻ വിട്ടിട്ട് വരില്ലെന്നായിരുന്നു ക്രിക്കലേവിൻ്റെ തീരുമാനം. അങ്ങനെ 1992 മാർച്ചിൽ ക്രിക്കലേവിനെ തേടി ആ ശുഭവാർത്തയെത്തി. ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ $2.4 കോടി ബഹിരാകാശ വാഹനത്തിൻ്റെ സീറ്റ് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് തിരികെ ഭൂമിയിലേക്ക് വരാം. ഇതായിരുന്നു ആ സന്ദേശം. ക്ലൗസ് ഡ്രേറ്റ്രിച്ച് ഫ്ലെയ്ഡ് എന്ന ജർമ്മൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു ക്രിക്കലേവിൻ്റെ രക്ഷയ്ക്കെത്തിയ മനുഷ്യൻ. ഒടുവിൽ മാർച്ച് 17 റഷ്യയുടെയും ജർമ്മനിയുടെയും കസാക്കിസ്ഥാൻ്റെയും പതാകകളുമായി സോയൂസ് TM-14 ക്യാപ്സ്യൂൾ മിർ ലക്ഷ്യമാക്കി ബൈക്കനൂരിൽ നിന്ന് ഉയർന്നു. ക്ലൗസ് ഡെയ്സ്ട്രിച്ചിനൊപ്പം റഷ്യൻ സഞ്ചാരികളായ അലക്സാണ്ടർ വിക്ടറെങ്കോ, അലക്സാണ്ടർ കലേരി എന്നിവരായിരുന്നു വാഹനത്തിൽ. മൂവരെയും ക്രിക്കലേവും വോൾക്കോവും സ്വാഗതം ചെയ്തു. ഒരാഴ്ചയോളം നീണ്ട പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം സോയൂസ് TM-13 റിട്ടേൺ ക്യാപ്സ്യൂളിൽ ക്രിക്കലേവും വോൾക്കോവും ഡെയ്ട്രിച്ചും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങുമ്പോൾ ബഹിരാകാശത്ത് 312 ദിനരാത്രങ്ങൾ ക്രിക്കലേവ് തുടർച്ചയായി പിന്നിട്ടിരുന്നു.